ദൈവത്തിന്റെ നാമം ഈ രാത്രികാലം മഹത്വപ്പെടട്ടെ. സൂം വഴിയായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വർഷിപ്പ് സർവീസിലേക്ക് ദൈവനാമത്തില് സ്വാഗതം ചെയ്യുകയാണ്. പ്രാരംഭമായി നമുക്ക് ഒരു വചനം അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സന്ധിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇന്നടിയങ്ങൾക്ക് നൽകപ്പെടുന്നതായ ഈ വചനത്തിൽ കൂടെ സ്വർഗം അടിയങ്ങളോട് ഇവിടുന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉടനീളം അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയാട്ടെ. സംസാരിക്കുന്നതായ അടിയനും കേൾക്കുന്നതായ പ്രിയപ്പെട്ട അങ്ങയുടെ മക്കൾക്കും ഈ സന്ധ്യയെങ്കിൽ ഈ സന്ദേശം അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നതായ സന്ദേശത്തിന്റെ ടോപ്പിക്ക് ഡ്രോ നിയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയതായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പ്രിയപ്പെട്ട മോൾജി വായിച്ചാട്ടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. തുടർന്ന് വായിച്ചാട്ടെ. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഞാൻ ഒന്നും കൂടെ ഒന്ന് വായിക്കാം. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ് ഉള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. യേശുവിന്റെ സഹോദരനായ യാക്കോബ് അപ്പോസ്തലൻ ആണ് ഈ ലേഖനം എഴുതിയത്. യാക്കോബിനെ കൂടാതെ യേശു കർത്താവിന് മറ്റ് സഹോദരന്മാരും സഹോദരികളും ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-56 വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും ഈ വിവരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹോദരിമാർ എത്ര പേർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തതയില്ല. എന്നാൽ സഹോദരന്മാരുടെ പേർ തിരുവചനത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ ആദ്യം അംഗീകരിക്കാതിരുന്ന യാക്കോബ്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 5-ാം വാക്യം പ്രകാരം വായിക്കുന്നു, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. For not even his brothers were believing in him. പിന്നീട് അവർ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു. വായിച്ചാട്ടെ മോൾച്ചി. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. അതെ, ഉയർത്തെഴുന്നേറ്റനായ കർത്താവായ യേശു ക്രിസ്തു യാക്കോബിനും മറ്റ് അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലക്രമേണ ഈ യാക്കോബ് യെരുശലേം സഭയിലെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 17-ലും 15-ാം അധ്യായം 13-ലും ഈ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ൽ ഇപ്രകാരം വായിക്കുന്നു, തൂണുകളിൽ ഒരുവനായി എണ്ണപ്പെട്ട യാക്കോബ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. who were reputed to be pillars of church. സഭയുടെ എല്ലാ വിഷയങ്ങളിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ സുപ്രധാന പങ്ക് യാക്കോബ് വഹിച്ചിരുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റതായ യേശുവിനെ നേരിൽ കണ്ടതായ അധികാരത്തിൽ ആണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്.
സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിനെ തുടർന്ന് ചിതറിപ്പോയ വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിന്റെ പ്രമേയം അഥവാ തീം, കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ മാതൃക. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ. നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചതായ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. പ്ലീസ് മാൾച്ചി 4:8. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ നിർത്തി വായിച്ചാട്ടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, ഡ്രോ നിയർ ടു ഗോഡ്, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും, ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അപ്പോസ്തലൻ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് ലേഖനത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, നാം ദൈവത്തിൽ നിന്നും അകന്ന് ആണ് എന്നുള്ളതായ ആ വലിയ സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവവചനത്തിൽ അപ്രകാരം എഴുതുകയില്ല. കൂടാതെ പാപത്തിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യന് ആമേൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള യാതൊരു ബന്ധത്തിൽ ഇല്ലാത്തതായ ഒരു മനുഷ്യൻ, ദൈവവുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്തതായ ഒരു മനുഷ്യന് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ പ്രയാസമാണ്. അവർ ദൈവത്തിൽ നിന്നും അന്യാധീനപ്പെട്ടു പോയി. For all have sinned and fall short of the glory of God എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. മോൾ ചെന്ന് വായിക്കാമോ? റോമർ 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തിട്ട് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നോ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്, നോ റിലേഷൻ വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. ദൈവമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തെന്നാൽ അവർ പാപം ചെയ്ത് ദൈവ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് കൂടുതലായി നമ്മൾ ആ കാര്യത്തിന് ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ ലോക വ്യവസ്ഥയും ലോകത്തിന്റെ കാഴ്ചപ്പാടും നിന്നെ എപ്പോഴും ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അകറ്റി നിർത്തും. ഓൾവേസ് വേൾഡ്ലിനെസ് ഈസ് എനിമിറ്റി വിത്ത് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ് ഓർ വേൾഡ്നെസ് റൺസ് ഇൻ എ ഡിഫറെന്റ് ആംഗിൾ ആണ്. ദൈവരാജ്യവും ഈ ലോകവും എല്ലായ്പ്പോഴും വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. രണ്ടും കോൺട്രാഡിക്ടറി ആയിട്ടുള്ളതാണ്. ലേഖനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്ന് വായിക്കാമോ? 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ലാംഗ്വേജിലാണ് ഈ യാക്കോബ് അപ്പോസ്തലനായിട്ട് അവിടെ പറയുന്നത്. ലോകത്തിനോടും ലോകത്തിന്റെ ബന്ധത്തിലായിരിക്കുന്ന ലോകമായിട്ട് ചേർന്ന് പോകുന്നവര് അഭിസംബോധന ചെയ്യുകയാണ്. എന്തോ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതിന്റെ ഇംഗ്ലീഷില് ഒന്ന് വായിച്ചിട്ട്, യു adulterous, do you not know that friendship with the world is hostility towards God? Therefore, whoever wishes to be friend of the world makes himself an enemy of God. അത് തുടർന്നൊന്ന് വായിച്ചിട്ട് ആ വാക്യം മലയാളത്തില് 4-ാം വാക്യത്തിന്റെ, ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തിന്റെ സ്നേഹിതനായിട്ട് ലോകവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവൻ എല്ലാം ദൈവത്തിന്റെ ശത്രുവാണ്. ആമേൻ. ദൈവത്തെ വിട്ട് ഈ ലോകത്തിന്റെ പുറകെ നീ പോകുന്നെങ്കിൽ
ആമേൻ ഒരിക്കലും നിനക്ക് ദൈവത്തിന്റെ സ്നേഹിതനായിരിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് ദൈവവചനം വളരെ ശക്തമായിട്ട് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആണ് അപ്പോസ്തലൻ ഇങ്ങനെയുള്ളവരെ അഭിസംബോധന ചെയ്ത് വളരെ സ്ട്രോങ് ലാംഗ്വേജിൽ ദൈവത്തെ വിളിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും നിയമപ്രകാരമുള്ള ആത്മീയ മണവാളനാണ് യേശു കർത്താവ്. കർത്താവിനെ വിട്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഭർത്താവിനെ വിട്ടിട്ട് മറ്റൊരു വ്യക്തിയുടെ കൂടെ പോകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. God is the rightful spiritual husband of every professing Christian, and thus if such a one embraces the world, he or she resembles a woman to follow other lovers. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 യോഹന്നാൻ 2:15 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് നോക്കിയാട്ടെ. 1 യോഹന്നാൻ 2:15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തന്റെ ലേഖനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഒട്ടുമില്ല. Do not love the world nor the things in the world. If anyone loves the world, the love of the Father is not in him. ലോകത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. പ്രിയമുള്ളവരെ, ലോകം നമ്മളെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യരുത്. നമ്മൾ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ലോകക്കാരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. ആമേൻ. ആ ലോകത്തെയാണ് ഞാനും നിങ്ങളും നേടേണ്ടത്. ഈ രാജ്യത്ത് നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ദൈവവുമായിട്ട് യാതൊരു ബന്ധത്തിൽ ഇല്ലാതായിരിക്കുന്ന, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതായിരിക്കും, ഒരു റിലേഷനും ഇല്ലാതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവരെ നമ്മൾ നേടണം. അതിനുവേണ്ടിയാണ് നമ്മളെ ചർച്ചായിട്ട് സ്വർഗത്തിലെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നെന്ന് ഉള്ളതായ വസ്തുത നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. ആയതിനാൽ ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാട്ടെ. എങ്ങനെയായിരിക്കുന്നു നമ്മളുടെ ക്രിസ്തീയ ജീവിതം? എങ്ങനെയായിരിക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതം? എങ്ങനെയായിരിക്കുന്നു? അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് ഏത് മേഖലയാണ് ഒരു തടസ്സമായിട്ട് ഇരിക്കുന്നതെന്ന് അതും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. നന്ദി. Which is the stumbling block resisting you and I to draw near to God? ആമേൻ. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, nothing but your sin. എന്റെ പാവമാണ് എന്നെ ദൈവത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലായ്മയാണ് മറ്റുള്ളവരെ ഹല്ലേലൂയ ഈ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തടസ്സമായിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ എന്ന് വേണം പറയുവാനായിട്ട്. അതുകൊണ്ട് ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ. നിന്നിൽ നിന്നും വരേണ്ടതായ ഒരു പ്രവൃത്തിയാണ് ദൈവത്തിലേക്ക് അടുത്തു ചെല്ലുക. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു സബ്മിറ്റ് ടു ഗാഡ്. നമ്മുടെ സ്വയം അല്ലെങ്കിൽ സ്വന്തം പ്രയത്നത്തിൽ കൂടി നമുക്ക് ഒരു ഇറ്റേണൽ ജീവിതം നേടിയെടുക്കുവാനായിട്ട് സാധ്യമല്ല. അതിന് നമുക്കൊരു രക്ഷകന്റെ ആവശ്യം ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകനിൽ കൂടി മാത്രമേ നമുക്ക് അത് സാധ്യമാകുകയുള്ളൂ. ദൈവവചനം പലയിടത്തും ഇത് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. വേറൊരു നാമവും ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് ഒരു രക്ഷ സാൽവേഷൻ അറ്റൈൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുകയും നമ്മൾ മൂലം അനേകർ
ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനും ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രയത്നങ്ങൾ മൂലം, നമ്മുടെ ആമേൻ ആത്മീയ ശുശ്രൂഷകൾ മൂലം, നമ്മുടെ ആമേൻ ഹാലേലിയ ജീവിതം മൂലം ഇടയാകട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ആമേൻ പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന ശിക്ഷ താൻ ഏറ്റെടുത്ത് ആമേൻ ഹല്ലേലൂയ നമ്മോടുള്ള സ്നേഹം താൻ പ്രദർശിപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കർത്താവിന്റെ ആ ക്രൂശ് മരണത്തിൽ കൂടെ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് മരിച്ചു. അത് അവിടെ കാണിക്കുന്നത് കർത്താവിന്റെ ആ സ്നേഹമാണ്. ഈ ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ഓൺ ലവ് ടുവേഴ്സ് us. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു കാതലായിട്ടുള്ള ഒരു വാക്യമുണ്ട്. അതായത് ഒരു കീ വേർഡ് നമുക്കൊന്ന് പറയാം. ജോൺ 3:16 ഒന്ന് വായിക്കാമോ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവിടെ തന്റെ പുത്രനെ നൽകിയതിൽ കൂടെ ആമേൻ കർത്താവ് ദൈവം നമ്മളെ സ്നേഹിച്ചതായി കാണുന്നു. നേരത്തെ നമ്മൾ വായിച്ചു, തന്റെ ഓമന പുത്രന്റെ ക്രൂശ് മരണത്തിൽ കൂടെ ആമേൻ എന്തുവാണ് അവിടെ, എന്ത് വസ്തുതയാണ് അവിടെ കണ്ടത്? ആമേൻ അവിടെയും നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തോട് അടുത്ത് നമ്മൾ ചെല്ലണം. ആമേൻ. നമ്മുടെ ജീവിതത്തിലുള്ള ആ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ആമേൻ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുവാൻ ആമേൻ ഈ ദിവസങ്ങളിൽ സ്വർഗം ആമേൻ നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ. ഡ്രോ നിയർ ടു ഗോഡ്. ആമേൻ ഹല്ലേലൂയ. അതിലൊരു ഒരു ഒരു മാനസാന്തരത്തിൻ്റെതായ ഒരു ധ്വനി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റിപ്പന്റൻസ് ആണ് അതിൽ കൂടെ ആമേൻ ഹല്ലേലൂയ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദിസ് ആക്ഷൻ ഇൻവോൾവ്സ് റിപ്പന്റൻസ്. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒത്തിരി റെഫറൻസസ് നമുക്കിതൊന്നും വായിക്കുവാനായിട്ടുള്ള ആമേൻ ഹല്ലേലൂയ സമയം ഈ രാത്രികാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. കർത്താവിന്റെ രക്ഷകനുമായിട്ട് സ്വീകരിച്ച് കർത്താവ് പറഞ്ഞതായ ആ കൽപ്പന, അതായത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അനുസരിച്ച് ഒരു ദൈവമകനായി മകളായി ജീവിക്കുമ്പോൾ we enter into a new relationship with Christ Jesus. Amen. Hallelujah. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ Revelation chapter 3 verse 20 ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്. കർത്താവ് വളരെ ലിറ്ററലായിട്ട് പറഞ്ഞതാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്താ കർത്താവിനകത്ത് വന്നൂടെ? വരാമല്ലോ. യഹൂദന്മാര് പേടിച്ച് കഥകടച്ച് ഉള്ളിലായിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇവിടെ കർത്താവിന് വരാം. എന്നാൽ കർത്താവ് മുട്ടുമ്പോൾ ഹല്ലേലൂയ ആ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ നിന്നും ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. ഇല്ലാതെ കർത്താവിന് കടന്നു വരാമായിരുന്നു. എന്നാൽ ഇവിടെ ഹല്ലേലൂയ ശബ്ദം കേൾക്കുന്നതായ വ്യക്തിയിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനാണ് കർത്താവ് വെയിറ്റ് ചെയ്യുന്നത്. കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്താൽ കർത്താവ് ഉള്ളിൽ പ്രവേശിക്കും. അവൻ ഈ സന്ദേശം കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാം. കർത്താവ് നമ്മളിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഡ്രോ നിയർ ടു ഗോഡ്. ഇനി അതിന്റെ 2-ാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ. ക്ലെൻസ് യുവർ ഹാൻഡ്സ് യു സിന്നേഴ്സ്. 24-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 24:4 വാക്യം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. വെടിപ്പുള്ള കൈയും 2 കാര്യമാണ്. ഒന്ന് കൈയ്യ്, നെക്സ്റ്റ് നിർമ്മല ഹൃദയമുള്ളവർ. He who has clean hands and a pure heart, who has not lifted up his soul to falsehood and has not sown deceitfully. ഈ സമയങ്ങളിൽ ഞാനിത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഓർമ്മയിൽ വന്നതാ. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ
കൈകളൊക്കെ എത്ര പ്രാവശ്യം കഴുകി വെടിപ്പാക്കും, അനേക സമയം അല്ലെ, അനേക സമയം. അപ്പം ഞാൻ ഈ തമാശയായിട്ടൊന്നും പറയില്ല, കൈ കഴുകി ആമേൻ ആ ഭാഗങ്ങളൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മള് ആമേൻ കൈകൾ കഴുകി ശുദ്ധിയോട് വെക്കും. എന്തിനു വേണ്ടിയാണ്? കൊറോണ വൈറസിനെ പേടിച്ച അല്ലെ, ഭയന്ന്. കരങ്ങളില് വൈറസ് പറ്റിയിരിക്കും, ആ കരങ്ങൾ കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വായ തുടയ്ക്കുമ്പോൾ ആഹാര സാധനങ്ങൾ എടുക്കുമ്പോൾ വൈറസ് ഉള്ളിൽ പോകുവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ആ ഭയത്തിൽ എത്ര പ്രിക്കോഷണറി മെഷേഴ്സ് ആണ് നാം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുവായിരുന്നു, ഈ വൈറസിനെ നമ്മൾ ഇത്രമാത്രം ഭയക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തെ നാം എത്രമാത്രം ഭയപ്പെടണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തെയാണ് എനിക്കും നിങ്ങൾക്കും ഭയമില്ലാതായിരിക്കുന്നത്. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുവാണ്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും എന്ന് പറഞ്ഞാൽ യഹോവയുടെ സാന്നിധ്യത്തിൽ ആര് നിൽക്കും? ആർക്കെങ്കിലും നിൽക്കുവാൻ സാധിക്കുമോ? യെസ്, സാധിക്കും. വാട്ട് നോട്ട് ക്ലിയർ ഇൻ യുവർ ലൈഫ് ഫോർ ഗോഡ്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ തടസ്സമായിട്ടുള്ള ഏത് ഘടകമാണ് ഇന്ന് രാത്രിയുടെ കാലം ഒന്ന് ചിന്തിച്ചാട്ട്. യുവർ ആക്ഷൻ, യുവർ വേർഡ്സ്, യുവർ ഡീഡ്സ്. മറ്റുള്ളവരോട് എനിക്കും നിങ്ങൾക്കും ക്ഷമിക്കുവാൻ കഴിയാത്തതായ ഡീലിങ്സ് ആണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലത്ത് നമ്മൾ ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യുക. എവിടെ പാളിച്ചകൾ വന്നിട്ടുണ്ടോ? ആമേൻ, ആമേൻ. അവിടെ ഒരു കറക്ഷൻസിന്റെ ആവശ്യം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നാം പ്രിയമുള്ളവരെ ആ ഏരിയകളിൽ കറക്റ്റ് ചെയ്യപ്പെടണം. ആമേൻ. എത്രയെത്ര തെറ്റുകളാണ് ആമേൻ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത്. ഒരു പക്ഷെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടായിരിക്കാം, ഒരു പക്ഷെങ്കിൽ അറിയാതെയും ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ എന്നിട്ട് ഇങ്ങനെ പാടുമല്ലോ, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. പാടിയതുകൊണ്ട് എന്റെ നിങ്ങളുടെ ജീവിതം ശരിയാകണമെന്നില്ല. മാനസാന്തരപ്പെടണം, തെറ്റുകൾ ഏറ്റുപറയണം, ദൈവത്തോടും മനുഷ്യനോടും നിരപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനാണ് ദൈവവചനത്തിൽ കൂടെ ഇങ്ങനെയൊക്കെ നമ്മളെ ആമേൻ സമയാസമയങ്ങളിൽ ഹല്ലേലൂയ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആമേൻ. ദൈവവചനം നമ്മുടെ കുറവുകളെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ ഏറ്റെടുത്ത് ആമേൻ ഹല്ലേലൂയ ഒരു നിരപ്പ് പ്രാപിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. അതിനുശേഷം നമ്മൾ പാടിയല്ല, പാട്ടിന് ഒരു അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതിനുശേഷം സങ്കീർത്തനക്കാരൻ പറയുവാണ്, ഇതാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. ജെറമ്യ 4:4 ഒന്ന് വായിച്ചാട്ടെ. ജെറമ്യ 4:4. യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളും ആയുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. ഹൃദയത്തിലാണ് നമുക്ക് പരിച്ഛേദന ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ ആമേൻ ഈ അകൃത്യം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഹല്ലേലൂയ പ്രവാചകനിൽ കൂടെ ആമേൻ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. 14 കൂടെ ഒന്ന് വായിക്കാമോ? അതേ വാക്യത്തിൽ, അതേ അധ്യായത്തിന്റെ 14-ാം വാക്യം. യെരമ്യ 4:14. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുക. നിന്റെ ഹൃദയത്തിന്റെ ആമേൻ അവിടെ വചനം പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത നീ കഴുകി കളയണം. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് വായിച്ചു. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിലിരിക്കും. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുവാണ്, നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത നീ കഴുകിക്കളയണം. എത്രമാത്രം ഈ ദുഷ്ടവിചാരം നിന്റെ ഹൃദയത്തിൽ നീ വെച്ചുകൊണ്ട് ഇരിക്കും. ഓക്കെ, അത് കഴിഞ്ഞോ ആ വാക്യം? അതെ, 14 വായിച്ചേ.
ഓക്കെ. ജെറമ്യാവ് 17:9 വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ നിർത്തിയാട്ടെ. വീണ്ടും പ്രവാചകനിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളതാണ്. അത് ആരാഞ്ഞറിയുന്നവൻ ആർ? ഹല്ലേലൂയ. ദൈവാത്മാവിനല്ലാതെ നമ്മുടെ ഹൃദയത്തെ വായിക്കുവാനോ നമ്മുടെ ഹൃദയത്തെ അറിയുവാനോ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. വേറെ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. 10ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 9 വായിച്ചിട്ട് 10. 17-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. ജെറമ്യ 17:10. ജി 18:10. യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16 കൂടി ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ 1:16. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. ഇവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പാവത്തെ നമ്മൾ കഴുകി കളയണം. പാവത്തിൽ നിന്നുള്ള ഒരു വേർപാടിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഹൃദയത്തിലുള്ള ദുഷ്ടത നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയേണ്ടതായ ആവശ്യം, അല്ലെങ്കിൽ കഴുകിക്കളയേണ്ടതായ ആവശ്യത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവാചകനിൽ കൂടി ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും തിരുവചനത്തിൽ കൂടി അറിയിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും 2 യജമാനന്മാരെ നമുക്ക് സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ നമ്മൾ സ്നേഹിക്കുകയും മറ്റവനെ നമ്മൾ വഹിക്കുകയും ചെയ്യുമെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയായിരുന്നു. ദൈവവചനം പറയുന്നത് നീതിയായി നടന്ന് നേര് പറയണം ജനങ്ങൾ. പ്രത്യേകിച്ച് ആത്മീകരെന്ന് പറയുന്നവർ, ആത്മീകരെന്ന് അടിക്കുന്നതുമായ പ്രിയപ്പെട്ടവർ, പീഡനത്താലുള്ള ആദായം വെറുക്കണം. കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയണം. ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയണം. ഇങ്ങനെ ചെയ്യുന്നവൻ ഉയരത്തിൽ വസിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അത്രയും കൊണ്ട് ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാൽ, അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ പെറുപെറുത്തു. അത് അവിടെ അങ്ങോട്ട് നിർത്തിയാട്ടെ. അതെ, ഹല്ലേലൂയ. നമുക്കത് അറിയാമല്ലോ. ഈ ടോപ്പിക് ഏതിൽ നിന്നുള്ളതാണ്? സഖായിയും യേശുവുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അന്ന് എടുത്തതാണ്. ഞാൻ ആ ഭാഗത്തിന് ഒരു തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. A sinner is searching a savior. കണ്ടവർ എല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർക്കാൻ പോയിരിക്കുന്നു പറഞ്ഞ് പിറുപിറുത്തു. When they saw it, they all began to grumble, saying, He has gone to be the guest of a man who is a sinner. ഇത് സഖായിയുടെ ഒരു ഐഡന്റിറ്റി ആണെന്ന് നമുക്ക് പറയാം, പാപിയായ മനുഷ്യൻ. കാരണം സഖായി അനീതിയായി പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, സമൂഹം വെറുക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ, റെപ്യൂട്ടേഷൻ ഇല്ലാതായതായുള്ള ഒരു മനുഷ്യൻ, ഡിസ്ഹോണസ്റ്റ് മാൻ എന്നൊക്കെ നമുക്ക്
അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. എന്നാൽ വേറൊരു കാര്യം, താൻ വലിയ ഒരു റിച്ച് മാൻ ആയിരുന്നു, ചീഫ് ടാക്സ് കളക്ടർ, ആൻഡ് ഹി വാസ് റിച്ച്. ആ സ്റ്റോറിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ കാര്യമായതുകൊണ്ട് കൂടുതലായിട്ട് ആ കാര്യങ്ങളിലെയും മറ്റു ആ കാര്യങ്ങളൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാലും അദ്ദേഹം റോമ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നതായ വ്യക്തിയായിരുന്നു, ടാക്സ് കളക്ടർ. അദ്ദേഹം നിയമപ്രകാരം അല്ലാത്ത രീതിയിൽ ചുങ്കം പിരിക്കുകയും കുറെ ഭാഗം അതിൽ നിന്നും ഗവൺമെന്റിന് കൊടുക്കുകയും കുറെ ഭാഗം അദ്ദേഹം എടുക്കുകയും ചെയ്തു വന്നിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സ്റ്റൈല്. എന്നാൽ സഖായി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു രൂപാന്തരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും മനസ്സിലും മാറ്റമുണ്ടായി. 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 19 സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. നിർത്തിയാട്ടെ. അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചോ. അവിടെ നിന്നുകൊണ്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഇനി എത്ര മാത്രമുണ്ട്? ബാക്കിയുള്ള ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പകുതി ഓൾറെഡി പോയി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വത്വത്തില്. ബാക്കി പകുതിയിൽ അദ്ദേഹം പിന്നെയും കർത്താവിനോട് പറയാണ്, കർത്താവേ, ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതിന് ഞാൻ 4 ഇരട്ടി വെച്ച് ഞാൻ മടക്കി കൊടുക്കുകയാണ്. എന്തൊരു മാനസാന്തരമാണ് അദ്ദേഹത്തിന് കടന്നു വന്നത് കർത്താവിനെ കണ്ട മാത്രയിൽ. അദ്ദേഹം ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നത് ഈ വഴിയിൽ കൂടെ അദ്ദേഹത്തിന്റെ മിക്കവാറും സ്വത്തുകള് അവിടെ പോയി കാണും. എല്ലാം അദ്ദേഹം പാവപ്പെട്ടവർക്കും ദരിദ്രന്മാർക്കും മറ്റ് ചതിച്ചു വാങ്ങിയവർക്കും എല്ലാവർക്കും അവിടെ കൊടുത്ത് കാണും. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മനസ്സാന്തരം വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറി. കിട്ടുമെന്നല്ല അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വാങ്ങിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എടുക്കാം എന്നുള്ളതല്ല, കൊടുക്കും, ചിലവഴിക്കും എന്ന ചിന്താഗതിയിലേക്ക് സഖായി മാറ്റപ്പെട്ടു. 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. യേശു അവനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഈ വീടിന് രക്ഷ വന്നു. And Jesus said to him, today salvation has come to this house. Probably ഞാൻ ഇങ്ങനെ ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. Probably the household, entire house, ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു മാനസാന്തരം അവിടെ ഉണ്ടായി. നമുക്കറിയാം ഈ വാക്യം കർത്താവ് കോട്ട് ചെയ്തത് അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? Abraham believed God and it was credited to him as righteousness. അബ്രഹാമിന്റെ വിശ്വാസം, ഹല്ലേലൂയ, യേശുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം കണ്ട് അവന് ഹല്ലേലൂയ കർത്താവ് കണക്കിട്ട് കൊടുത്ത നീതീകരണം. ഹല്ലേലൂയ. അതുപോലെ ഇവിടെ ഈ സഖായിയുടെ മാനസാന്തരങ്ങൾ, യേശുവിലുള്ള വിശ്വാസം അവനെ ചില പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. ആ പ്രവൃത്തി അവനെ എന്ത് ചെയ്തു? നീതീകരണത്തിലേക്ക് കൊണ്ടെത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അദ്ദേഹം ഒന്നും മാനസാന്തരം ഒന്നും ഏറ്റൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. കർത്താവിലുള്ള ആ വിശ്വാസം, ഹി ബിലീവ്ഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Blessed are the pure in heart, for they shall see the God. Man looks on the outward appearance, but God looks at the heart. 1 ശമൂവേൽ 16:7 ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യൻ മറ്റുള്ളവരെ, എന്നെയും നിങ്ങളെയും ബാഹ്യമായിട്ട് നമ്മുടെ അപ്പിയറൻസ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, പൊക്കമുണ്ടോ, തടിയുണ്ടോ, നീളമുണ്ടോ, അവന്റെ വാചക കസർത്ത് എങ്ങനെയിരിക്കുന്നെന്ന് നോക്കുമ്പോൾ, ബട്ട് ഗോഡ് ലുക്സ് അറ്റ് ദി ഹാർട്ട്. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് അല്ലെങ്കിൽ നോക്കുന്നത്.
വായിച്ചാട്ടെ. 1 ശമൂവേൽ 16:7. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെ കൂടെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കുടുംബത്തിന്റെ അനുഭവത്തെ കുറിച്ച് ആമേൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നെടുക്കാമോ? അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് മൊത്തം വായിക്കേണ്ടതായ ആവശ്യം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. നിർത്തിയാട്ടെ. അവിടെ ഒരു നിലം, അവർക്കുണ്ടായിരുന്നതായ ഒരു നിലം വിൽക്കുവാണ്. ഒരു പക്ഷേ ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ നിലം വിൽക്കുന്നതിന് മുമ്പേ അവരുടെ ഉള്ളിൽ തീരുമാനം എടുത്തിരിക്കാം, ഈ നിലം വിറ്റ് ആമേൻ എത്രമാത്രം അതിന് പണം ലഭിക്കുന്നതോ അത് അപ്പോസ്തലന്മാരുടെ ആവശ്യം കാൽക്കൽ കൊണ്ടുവയ്ക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടി ആമേൻ വേണ്ടി കൊടുക്കുമെന്ന് ഒരു പക്ഷേ അവർ തീരുമാനം എടുത്തിരിക്കാം. അതിനുശേഷം എന്ത് ചെയ്തു? 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ 4-ാമത്തെ വാക്യം. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞു, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രയും നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. എന്തൊരു വളരെ ഭയാനകമായ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത്. ആദ്യം അവരൊരു തീരുമാനം എടുത്തു. ആമേൻ, ഹല്ലേലൂയ. അതിനുശേഷം എന്ത് ചെയ്തു? പിശാച് അവരുടെ ഹൃദയത്തെ കവർന്ന് ആമേൻ ആ തീരുമാനങ്ങൾ അവരിൽ നിന്നും മാറ്റി അതിൽ വിറ്റ പൈസയിൽ കുറെ അവർ എടുത്തു വെച്ചിട്ട് ബാക്കിയാണ് അവർ കൊണ്ടുപോകുന്നത്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുമനസ്സുള്ള ആമേൻ ഡബിൾ മൈൻഡഡ് ആമേൻ ആറ്റിറ്റ്യൂഡ് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. അവസാനത്തെ പോയിന്റ് ആണ്. പ്രിയമുള്ളവരെ, ഇത് ഒരു പക്ഷെങ്കിൽ അവരെ ഈ കാര്യം പ്രേരിപ്പിച്ചത്, ഇങ്ങനെ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചത് 4-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങളൊന്ന് വായിച്ച്. 4-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങൾ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ ജോസഫ് എന്നതായ ഒരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. തനിക്കുണ്ടായിരുന്ന നിലം എല്ലാം വിറ്റിട്ട് 10-ാം നൂറ്റാണ്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇത് അനന്യാസിനും സഫീറയ്ക്കും ഒരു എൻകറേജ്മെന്റ് ആയി തീർന്നതാണ്. അവര് ആദ്യം നിലം വിൽക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തീരുമാനം എടുത്തു. നിലം വിറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, അവരുടെ മനസ്സ് ആമേൻ മാറി. ഹല്ലേലൂയ. ഇരുമനസ്സ് ആമേൻ എപ്പോഴും നമ്മളെ അപകടത്തിലേക്കാണ് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് എന്നുള്ള വസ്തുത ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാനും നിങ്ങളും മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് ആമേൻ ഒന്ന് വായിച്ചാട്ടെ. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വരുന്നത് കൊണ്ടും അത്രയും പറഞ്ഞത്. ഇത് ഇസ്കറിയോത്തായ യൂദായെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിനോടുകൂടി 3.5 വർഷക്കാലം പ്രവർത്തിച്ചതായ മനുഷ്യൻ. ആമേൻ. ഞാനിങ്ങനെ പറയുന്നത് അത്രയും കാര്യം തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. മറ്റനേകരോട് സുവിശേഷം പറഞ്ഞതായ മനുഷ്യൻ, രോഗികളെ സൗഖ്യമായ മനുഷ്യൻ, ഭൂതങ്ങളെ പുറത്താക്കിയതായ മനുഷ്യൻ, എല്ലാ വ്യാധികളെയും ഗുണമാക്കിയതായ മനുഷ്യൻ, ചുരുക്കത്തിൽ ഒന്നാന്തരം ഒരു ആത്മീയൻ. എന്ത് സംഭവിച്ചു? ആമേൻ. പണത്തോടുള്ള തന്റെ മനോഭാവം, തെറ്റായ ആഗ്രഹം തന്റെ ഹൃദയത്തെ കവർന്നു. ഹല്ലേലൂയ. 3.5 വർഷക്കാലം കർത്താവിനോട് നിന്നും പഠിച്ചതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ആമേൻ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്വാധീകരിച്ചില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പണസഞ്ചി തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പണസഞ്ചിയിൽ നിന്നും പുള്ളി ഇങ്ങനെ ചൂണ്ടിയെടുത്തുന്ന അവിടെ എഴുതിയിരിക്കുന്നത് ഫിൽഫ്രൈൻ ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം ഈ മനുഷ്യന്റെ
എന്റെ ഹൃദയത്തിൽ പിശാച് കടന്നു. ഹല്ലേലൂയ. പണത്തിന്റെ ആഗ്രഹം നോക്കിക്കോണേ, പണത്തോടുള്ള തന്റെ മനോഭാവം നോക്കിക്കേ. ആമേൻ. അവസാനം ഹല്ലേലൂയ അരുമനാഥനായ ആമേൻ ഹാലെ ഗുരുവിനെ കൂടെ വിറ്റ് തന്നെ കാശാക്കി. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. 1:8 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യാക്കോബ് 1:8. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളെല്ലാം അസ്ഥിരൻ ആകുന്നു. Being a double-minded man, unstable in all his ways. ഹല്ലേലൂയ. അവൻ ജീവിതത്തിൽ ഒന്നും നേടുവാനും പോകുന്നില്ല. ആമേൻ. അവൻ എല്ലായ്പ്പോഴും അപകടത്തിൽ ആണ് എന്ന് ഉള്ളതായ വസ്തുത ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങളൊക്കെ എപ്പോഴും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്നെ സംബന്ധിച്ചാ പറയുന്നത് കേട്ടോ, നിങ്ങളെ ആരെയും കുറിച്ചില്ല. ഞാൻ ജോലിക്ക് ഇവിടെ കടന്നു വന്നതായ സന്ദർഭങ്ങളിലൊക്കെ ആമേൻ ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ അതിന് ടൈത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബോണസ് കിട്ടുമ്പോൾ അതിന് ടൈത്ത് കൊടുക്കാം. സാലറിയിൽ നിന്ന് എക്സൈറ്റ് ആയിട്ട് 1/3 10% കൊടുക്കുന്നൊക്കെ അതൊക്കെ നേരത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ജീവിതത്തില് ചില ഫൈനാൻഷ്യൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോൾ ആമേൻ ആ തീരുമാനത്തില് ഞാൻ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എനിക്ക്. കാരണം ദൈവത്തിന് വേണ്ടി നേർന്നത് മറ്റുള്ള ആവശ്യം, എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉപകരിച്ചിട്ടുണ്ട്. അങ്ങനെ ചില സന്ദർഭങ്ങൾ വന്ന്, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു. അത് മലാഖിയുടെ പ്രവചനത്തിൽ നിന്നാണ് സംസാരിച്ചത്. ആമേൻ. നീ ദൈവത്തിൻ്റെത് നീ മോഷ്ടിക്കുമെന്നാണ്. റോബ് എന്നുള്ള വാക്കാണ് അവിടെ എടുത്തിരിക്കുന്നത്. ആമേൻ. അതെനിക്ക് തോന്നുന്നത് കുറെ വർഷങ്ങൾക്ക് മുൻപേ, ആമേൻ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതായ സന്ദർഭങ്ങളിൽ ഏതോ ഒരു ദൈവദാസൻ നമ്മുടെ സഭയിൽ ടൈത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു. നീ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നീ കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് മടങ്ങി പോകുന്നിടം വരെയും ജീവിതത്തിൽ എന്ത് കഷ്ടങ്ങൾ വന്നാലും എന്ത് നഷ്ടങ്ങൾ വന്നാലും ആദ്യമേ സാലറി ലഭിക്കുമ്പോൾ ആ ടൈത്ത് മാറ്റി ദൈവവേലയ്ക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ആമേൻ ഞാനത് ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം എന്ന് ഞാനത് പ്രാക്ടീസ് ചെയ്തോ അന്ന് മുതൽ പ്രിയമുള്ളവരെ അതെന്റെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരാം. ആമേൻ. ഹല്ലേലൂയ. ഇരുമനസ്സ് ആമേൻ എല്ലായ്പ്പോഴും നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ആമേൻ ഇന്ന് രാത്രികാലം പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മറ്റുള്ള ജുഡീഷ്യറിയിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് അറിയാം എത്ര ആമേൻ വിജയിക്കേണ്ടതായ കേസുകൾ ആമേൻ അത് വിജയിക്കാതെ ആമേൻ വിജയിപ്പിക്കാതെ എന്ന് നമുക്ക് പറയാം. ഹല്ലേലൂയ. ആമേൻ. കക്ഷികൾ ദണ്ഡിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? ഓരോരുത്തരുടെയും ഇരു മനസ്സാണ്. അവരുടെ മനസ്സിലെ അഭിപ്രായം ഇവിടെ ഒന്ന് നിൽക്കും, അവിടെ ഒന്ന് നിൽക്കും, ഇവിടെ ഒന്ന് നിൽക്കും. ലാസ്റ്റ് മിനിറ്റ് വരുമ്പോൾ ഹല്ലേലൂയ അവരൊക്കെ കൈവിട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണും. ഞാൻ ചിന്തിക്കുവാണ്, മീഖായുടെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്ന എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിക്കാമോ? മീഖ 7:3. മീഖ ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. ഫസ്റ്റ് വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചായിട്ട് മോളിച്ച്. ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കുവാനായിട്ട് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. ദോഷം പ്രവർത്തിക്കുവാനായിട്ട്, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനല്ല, നീതി പ്രവർത്തിക്കുവാൻ വേണ്ടിയല്ല, അല്ലെ, ദോഷം പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ്. വായിച്ചോ. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു. മതി. പ്രഭു പ്രതിഫലം ചോദിക്കുന്നു. അടുത്ത വാക്യം കൂടെ. ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. ന്യായാധിപതി എന്ത് ചെയ്യുന്നു? പ്രതിഫലം വാങ്ങിയിട്ട് ആമേൻ അവൻ ന്യായം അവിടെ നടത്തുകയാണ്. പ്രിയമുള്ളവരെ, എത്രമാത്രം ആമേൻ അധപ്പതിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപേ ആമേൻ പ്രവാചകന് ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാനിത് ചിന്തിക്കുമ്പോൾ അത് എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്യമാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. തിരുവനന്തപുരത്തിലെ മറ്റൊരു നല്ലൊരു ഉദാഹരണമാണ് ആമേൻ പരീശന്മാരും ശാസ്ത്രിമാരും. പലപ്പോഴും ഈ കൂട്ടര് യേശുവിന്റെ കൂടെ കാണും, പലപ്പോഴും നല്ല എല്ലായ്പ്പോഴും കാണും. എന്നാൽ അവരെന്തിനാ വചനങ്ങളെ
കേൾക്കുവാനോ വചനത്തെ അംഗീകരിക്കുവാനോ അല്ല, മറിച്ച് ആമേൻ വിമർശന ബുദ്ധിയോടുകൂടി, ആമേൻ വിമർശന ഹൃദയത്തോടുകൂടി അവര് കടന്നു വന്നിരിക്കുകയാണ്. ആമേൻ ഏത് കാര്യത്തിൽ യേശുവിന്റെ കർത്താവിൽ നിന്നും വായിൽ നിന്ന് വരുന്ന ഓരോ പല വാക്കുകളില് ആമേൻ കുടുക്കി, ആമേൻ ഏത് കാര്യത്തിൽ അവര് വിമർശിക്കാമോ, ഏത് കാര്യത്തിൽ കർത്താവിനെ വിമർശിക്കാമോ കൊടുക്കാമോ എന്നുള്ള ചിന്തയോടുകൂടിയാണ് അവര് യേശുവിന്റെ കൂടെ കൂടുന്നത്. ഹല്ലേലൂയ. ഇവരെങ്ങനെയുള്ളവരാണ്? ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, ആ കാര്യവും ചെയ്യും, ഈ കാര്യവും ചെയ്യും. ആമേൻ. രണ്ടു മനസ്സാണ് അവർക്കുള്ളത്. ഹല്ലേലൂയ. അവരെ നോക്കിയിട്ട് പറയുവാണ്, യു ഡബിൾ മൈൻഡഡ്, ക്ലൻസ് ആൻഡ് പ്യൂരിഫൈ യുവർ ഹാർട്ട്. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്നതായ സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാത്രികാലം നമ്മൾ ഓരോരുത്തരും എവിടെയായിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാട്ടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ തടസ്സം എന്താണ്? നാം ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരും. ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റാതായിട്ടുള്ള ഘടകം എന്താണ് എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് ശോധന ചെയ്താട്ടെ. ഈ കരങ്ങളെല്ലാം ഇപ്പോഴും ബലപ്പെട്ടിരിക്കുമോ? നമ്മുടെ ഹൃദയവും മനസ്സും എപ്രകാരമായിരിക്കുന്നു? വിശ്വാസ ജീവിതത്തിൽ ഒന്ന് കേൾക്കുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയുമാണോ ചെയ്യുന്നത്? ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു ജയോത്സവമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് ആമേൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.